ഞാൻ. എല്ലാം ഞാൻ. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു. ഏ എനിക്ക് മനസ്സിലാവുന്നില്ല അനുമോള് എന്ത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുന്നയാണോ ഇത്? എന്തൊരു വെറുപ്പിക്കലാണ്. ഈ അനുമോള് പറയുന്നത് എന്താ? ഞാൻ ചെയ്തത് എന്താന്നറിയോ? ഞാൻ എല്ലാവർക്കും ഇഷ്ടം പോലെ കൊടുത്ത് ശീലിപ്പിച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. എന്ത്? ഇത് അനുമോൾക്ക് എവിടുന്നെങ്കിലും മറ്റേ സൗജന്യമായിട്ട് കിട്ടിയ അനുമോള് കൊണ്ടുവന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന സാധനമാണോ? അവിടെയുള്ള എല്ലാവർക്കും കൂടെ ബിഗ് ബോസ് റേഷൻ കൊടുക്കുന്നതല്ലേ? എത്രയോ കിച്ചൺ ടീം അവിടെ വന്നു. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭക്ഷണത്തിന് ആരും കണക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. അനുമോൾ ഈ വളരെ വൃത്തികേടാണ് കാണിക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടി കണക്ക് പറയുക, അതുപോലെ മറ്റേ പട്ടിയെ ആട്ടുന്ന പോലെ മറ്റുള്ളവരെ ആട്ടി വിടുക. എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണത്. ഒരു മര്യാദ വേണ്ടേ ഒരു ഷോയിൽ പോകുമ്പോൾ? അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും അനുമോളെ കൂടെ നിൽക്കുന്നില്ല. എന്തുകൊണ്ടാ? അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ജിഷം പോലും അവിടെ ഇപ്പൊ അനുമോക്കെതിരെ സംസാരിച്ചെങ്കിൽ അമ്മാതിരി വെറുപ്പിക്കലായിട്ടാ. ആദിലയുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ല പറയാൻ. മറുപടി ഇല്ലാണ്ട് കിടന്ന് ഉരുണ്ട് പെരണ്ട് നോക്കുകയാണ് അവിടെ. ഭയങ്കര വെറുപ്പിക്കലാണ് കേട്ടോ. ഇങ്ങനെ അല്ല ബിഗ് ബോസിനകത്ത് ഗെയിം കളിക്കേണ്ടത്. ഒരു മര്യാദ വേണം. അല്ലാതെ മറ്റേ ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാൻ ഈ അനുമോള് മാത്രമാണ് ആ കിച്ചണിൽ കുക്ക് ചെയ്തിട്ടുള്ളത്. ജിസേൽ ചെയ്തിട്ടില്ലേ? ബിന്നി ചെയ്തിട്ടില്ലേ? എത്രയോ പേര് കുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും കൊടുത്തങ്ങ് ശീലിപ്പിച്ചു എന്ന് പറയാത് ഇപ്പൊ എന്ത് കുന്താണ്? ഇയാൾ എവിടുന്നെങ്കിലും വേറെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവർക്കാൻ കൊടുത്താണോ? അവരുടെയും കൂടെ ഷെയർ ആണ്. ഒരു മര്യാദയൊക്കെ വേണം ഗെയിമിനകത്ത്. അല്ലാതെ മറ്റേ ഒറ്റപ്പെടൽ ആരെടുത്തും കൂടില്ല. രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് വന്നു കഴിഞ്ഞാൽ ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് മാറിപ്പോയിരിക്കും. അതുപോലെ എല്ലാരെയും പോയി ചൊറിഞ്ഞ് വേണ്ടാത്ത സീനെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു പാവത്തിനെ പോലെ ഒരു മൂലയെ പോയിരുന്ന് കരഞ്ഞ് അല്ല പാവയും പിടിച്ച് നടന്ന് ഇത് എന്താണ്? ഇതൊക്കെ ഒരുപാട് കണ്ടതാണ് നമ്മള്. രജിത് കുമാർ ഒരു പാവയും കൊണ്ട് അത് ബിഗ് ബോസ് കൊടുത്തതാണ്, ശരിയാണ്. എന്നാൽ രജിത് കുമാർ ഒരു പാവയും കൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഫസ്റ്റ് സീസണിൽ പേളിമണി ഒരു ഒരു മറ്റേ എന്താ ഒരു സ്മൈലി ഉണ്ടല്ലോ, ഒരു യെല്ലോ കളറാന്ന് തോന്നുന്നു, അതും കുത്തിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അനുമോളെ. ഇത് ഒരുമാതിരി ഡ്രാമ കളിക്കരുത് ബിഗ് ബോസിനകത്ത്. എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നുന്നു അനുമോളുടെ ഗെയിം. ഒറ്റപ്പെടൽ ചാറ്റർജി എന്തുവാ ഇത്? മര്യാദയ്ക്ക് കളിച്ചിട്ട് പോകും. അന്തസ്സായിട്ട് ഒറിജിനലായിട്ട് നമ്മൾ ജെന്യുവിനായിട്ട് നിന്നിട്ട് കളിക്കുക. അല്ലാതെ വരുന്ന എല്ലാവരെയും വെറുപ്പിച്ച് ഞാൻ മാത്രം നല്ലത്. ഒരു വീട്ടിനകത്ത് അനുമോള് മാത്രം പറയാണ്, അവർ പറയുന്നത് മാത്രമാണ് ശരി. അല്ലെങ്കിൽ നമുക്ക് തോന്നണം ആ വ്യക്തി പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടെന്ന്. രാവിലെ മറ്റേ മണുക്ക് ദോശ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ഉള്ള മനുഷ്യന്മാരെല്ലാം അത് തിന്ന് വയറ് നിറച്ചോണ്ടെന്ന് പറയാൻ ഇവരാരാണ്? ഇവർക്കൊരു മര്യാദ വേണ്ടേ? മനുഷ്യന്മാരല്ലേ, അവർക്ക് വിശക്കൂലേ? അപ്പൊ അവരൊന്നുകൂടെ ചോദിച്ച സാധനം അവിടെ ഉണ്ടല്ലോ. ഇവര് ബിഗ് ബോസിന് എന്തോന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഡെയിലി 10, 30,000, 50,000 മറ്റേ ലക്ഷങ്ങളും ഒക്കെ വാങ്ങുന്ന ആൾക്കാരല്ലേ ഇവര്. ആ ബിഗ് ബോസിന് ഇത്രയും ലക്ഷങ്ങളും 10,000 ഇവർക്ക് സാലറി പോലെ കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ, ഇത്രയും ലക്ഷറീസ് വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ബിഗ് ബോസിന് അവർക്ക് തിന്നാനും കൊടുക്കാനുള്ള ആസ്തിയൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ ഇവര് 3 ദോശ തിന്നു എന്നും പറഞ്ഞ് അങ്ങേര് കുത്തുവാള എടുത്തു പോകാനൊന്നും പോകുന്നില്ല. ഇതൊരു ഇന്റർനാഷണൽ ഒരു കമ്പനി നടത്തുന്ന ഷോ ആണ്. ഒരു മര്യാദ വേണ്ടേന്നേ. എന്തൊരു വെറുപ്പിക്കില്ല. ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ആദ്യമായിട്ടല്ല. ഈ ഒരു അനുവിന്റെ ഒരു ക്യാരക്ടർ ഭയങ്കര മോശമാണ്.